മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ഉയരും ഞാൻ നാടാകെ എന്ന ചലച്ചിത്രത്തിലൂടെ മാതളത്തേനുണ്ണാൻ പാടിപ്പറന്നു വന്ന മാണിക്യ കുയിലാളായ പ്രശസ്ത ഗായകനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർക്കുമ്പോഴൊക്കെ പാട്ടിൻ്റെ കണ്ണീർ വാർത്തു നിൽക്കുന്ന നീലമേഘങ്ങളാക്കി നമ്മളെയൊക്കെ മാറ്റിയ സംഗീതജ്ഞനാണ് ഇന്ന് നമ്മുടെ മുന്നിൽ. സംഗീതം തന്നെയായി ജീവിക്കുകയും സംഗീതം തന്നെയായി തുടരുകയും സംഗീതം തന്നെയായി ഒടുങ്ങുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീ വി ടി മുരളി. അദ്ദേഹം നിരന്തരമായി പാടിക്കൊണ്ടേയിരിക്കുന്നു എന്നത് മാത്രമല്ല, പാട്ടിനെക്കുറിച്ച് സമഗ്രമായി എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്നതുമാണ് ഇന്ന് കേരള വിഷൻ സാഹിത്യോത്സവ പരിപാടിയായ പുസ്തക പൂമുഖത്തിലേക്ക് ശ്രീ വി ടി മുരളിയെ അതിഥിയായി ക്ഷണിക്കാനുള്ള സവിശേഷമായ കാരണം. ഇതുവരെ 14 പുസ്തകങ്ങൾ സംഗീത ലോകത്തെക്കുറിച്ച് മാത്രം എഴുതിയ എഴുത്തുകാരൻ കൂടിയായ ഗായകൻ ശ്രീ വി ടി മുരളി ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി ഭാസ്കരൻ്റെ ഗാനലോകത്തെക്കുറിച്ചുള്ള കണ്ണീരും സ്വപ്നങ്ങളും എന്ന പുസ്തകമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം അക്ഷരത്താളുകൾ മാത്രമുള്ള ഒരു പുസ്തകമല്ല, ഇതൊരു സ്പന്ദിക്കുന്ന ഗാനപുസ്തകമാണ്. 225 താളുകളുള്ള ഈ പുസ്തകത്തിൽ വിവിധ അധ്യായങ്ങളിലായി 50 ബാർ കോഡുകളുണ്ട്. ഓരോ അധ്യായവും വായിച്ചുകൊണ്ടിരിക്കെ തന്നെയോ വായിച്ചതിന് ശേഷമോ ഫോണിൽ ഓരോ ബാർ കോഡ് സ്കാൻ ചെയ്താൽ പി ഭാസ്കരൻ മാഷിൻ്റെ ഗാനലോകത്ത് നിന്ന് ശ്രീ വി ടി മുരളി പ്രത്യേകം തെരഞ്ഞെടുത്ത് സ്വയം പാടി കൂടുതൽ അനശ്വരമാക്കിയ 50 പാട്ടുകൾ നമുക്ക് കേൾക്കുകയും ചെയ്യാം. സാധാരണ ഒരു പുസ്തകം വായിച്ച് കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അല്പം കഴിഞ്ഞ് വായിക്കാമെന്ന് തോന്നുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോയി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒരു കോഫി ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് വീണ്ടും പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഒരു അധ്യായം വായിച്ചതിന് ശേഷം അല്പനേരം പുസ്തകത്തിൻ്റെ താൾ മടക്കി വെച്ച് അതിൽ നിന്ന് ഫോൺ എടുത്ത് അതിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് ഭാസ്കരൻ മാഷിൻ്റെ ഗാനം വി ടി മുരളി മാഷ് തൻ്റേതായ സവിശേഷമായ രീതിയിൽ ആലപിച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാം. കേട്ടതിന് ശേഷം വീണ്ടും പുസ്തകത്തിൻ്റെ താൾ തുറക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ ഞാൻ ഭാസ്കരൻ മാഷിന് വേണ്ടി വി ടി മുരളി ഒരുക്കിയ ഗാനസ്പന്ദ മാപിനി എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വാഗതം പ്രിയ ഗായകൻ ശ്രീ വി ടി മുരളി. നമസ്കാരം. ഇപ്പോൾ ഈ നിമിഷം എൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് ഓർമ്മകളായിട്ട് വരുന്നത് 50 പൈസയ്ക്ക് 25 പൈസ ഇപ്പോൾ നിലവിലില്ല, അത് ഒടുങ്ങിപ്പോയിരിക്കുന്നു, പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. 50 പൈസ ഇപ്പോഴും തുടരുന്നുമുണ്ട്. 25 പൈസയ്ക്കും 50 പൈസയ്ക്കുമൊക്കെ പാട്ടുപുസ്തകങ്ങൾ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടമാണ്. ഓരോ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ പാട്ടുപുസ്തകം 10 15 താളുകളിൽ, അല്ലെങ്കിൽ കൂടി വന്നാൽ 10 താളുകളിലുള്ള പാട്ടുപുസ്തകം. ആ ഒരു പാട്ടുപുസ്തകത്തിൻ്റെ ഏറ്റവും സവിശേഷമായ സൂക്ഷ്മമായ സ്മരണ ഉണർത്തുന്നു താങ്കൾ എഴുതിയ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം എൻ്റെ കയ്യിലിരിക്കുമ്പോൾ. പഴയ ഓർമ്മയിൽ ഈ പുസ്തകത്തിൻ്റെ താളുകൾ മൂക്കിനോട് ചേർത്ത് വെച്ച് താളുകളുടെ ഗന്ധം ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ, പ്രത്യേകിച്ചും പി ഭാസ്കരൻ മാഷ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആത്മാവിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും വൈകാരികതയുടെയും ഒരു ജോഗ്രഫി വരച്ചു വച്ചത് ഗാനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും വരച്ചു വച്ചതിൻ്റെ ഗന്ധം ആവഹിക്കാൻ കൂടി എനിക്ക് കഴിയുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരിക്കലും കയ്യിലെടുക്കേണ്ട ഒന്നല്ല. അത് വേണമെങ്കിൽ അത്യാവശ്യം അലമാരയ്ക്കകത്ത് സൂക്ഷിച്ചു വെക്കാം, ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റി വെക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുസ്തകം എടുക്കേണ്ടതാണെന്നും അത് വായിക്കേണ്ടതാണെന്നും വായിച്ചാൽ മാത്രം പോരാ എന്നും നമ്മെ ഇക്കാലത്ത് അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഫോണിൽ നിന്ന് ഈ പുസ്തകത്തിലെ ഒരു സംഗീതത്തിൻ്റെ ശകലം നമ്മളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും തോന്നിപ്പിക്കുന്ന രീതിയിൽ വിവിധ തലങ്ങളിലേക്ക് ഈ പുസ്തകത്തെ താങ്കൾ തുറന്നിടുന്നു. എങ്ങനെയാണ് ഇത്തരമൊരു പുസ്തകം ഉണ്ടാവണമെന്ന ചിന്ത അങ്ങയുടെ മനസ്സിൽ വന്നത്? പി ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി വർഷമാണല്ലോ, ഈ ഏപ്രിൽ അത് കഴിഞ്ഞു. ആ സമയത്ത് ഒരു 100 പാട്ടുകൾ പാടണം, അദ്ദേഹത്തിന്റെ സമർപ്പണമായി പാടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പൊ വളരെ സെലക്ഷൻ, ഭാസ്കരൻ മാസ്റ്റർ 100 കണക്കിന് പാട്ടുകളുടെ ഇടയിൽ നിന്ന് 100 തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും അത് എനിക്ക് പാടാനുള്ള എന്തെങ്കിലും സവിശേഷത ഉണ്ടാവുകയും ചെയ്യണമല്ലോ, എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനും എനിക്കാകാവുന്ന രീതിയിൽ പറയാനും കഴിയണമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള 100 ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ അതിന് മറ്റൊരു മാനദണ്ഡം സ്വീകരിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഗീത സംവിധായകന്മാരുടെ വൈവിധ്യം. അത് അധികവും പാട്ടുകളും എനിക്ക് തോന്നുന്നത് ബാബുരാജിന്റെയും അതുപോലെ രാഘവ് മാസ്റ്ററുടെയൊക്കെയാണ് പാട്ടുകളാണ് കൂടുതലുള്ളത്.
പക്ഷെ അല്ലാതെ തന്നെ എല്ലാ സംഗീത സംവിധായകരിലൂടെയും കടന്നു പോകുന്ന രീതിയിലുള്ളൊരു ഓ, ഒരു രീതിയാണ് ഞാൻ അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഞാൻ എഴുതാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അതേക്കുറിച്ച് എഴുതുകയും വേണമെന്ന് പറഞ്ഞു. പാട്ട് മാത്രം പോരാ, എഴുതുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മയും അതുപോലെ അത്യാവശ്യം റെഫറൻസും ഒക്കെ ഉപയോഗിച്ച് ഞാൻ അത് എഴുതുകയുണ്ടായത്. അപ്പൊ എഴുതി അങ്ങനെ വന്നപ്പോഴാണ് ഇതൊരു പുസ്തകമാക്കണം. 100 പാട്ട് തികഞ്ഞില്ലെങ്കിലും 100 പാട്ട് ഇനിയും 50 പാട്ടിലും ഇനിയും പാടേണ്ടതുണ്ട്. 50 പാട്ടിൽ ഇനി 10ഓ 20ഓ പാട്ട് പാടിയാൽ ഇനി പൂർത്തിയാവും. ആ 100 എന്നുള്ള ടാർഗറ്റ് പൂർത്തിയാവും. പക്ഷെ 50നെ കുറിച്ച് എഴുതുകയും 50 ഒരു പുസ്തകമാക്കുകയും ചെയ്യണമെന്ന് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ അങ്ങനെ ആണ് അതൊരു ഭാസ്കര മാസ്റ്റർക്കുള്ള ഒരു സമർപ്പണമായി മാറി. ഭാസ്കര മാസ്റ്റർ ഈ ജന്മവാർഷിക ശതാബ്ദി വർഷത്തിൽ ഇതുപോലെ ഒരെണ്ണം വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. മറ്റ് ശേഖരിച്ച സമ്പാദനം നടത്തിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു പ്രത്യേകിച്ച് ഒരു പാട്ടുകാരൻ ഇങ്ങനെ ഒരു ഗാനരചയിതാവിനെ പറ്റി എഴുതിയ ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതെന്റെ ഒരു വലിയ അഭിമാനമായി. അത് പുസ്തകം നല്ലതോ ചീത്തയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ എഴുത്ത് രംഗത്ത് അറിയപ്പെടുന്ന ഒരാളുമല്ല. 15ാമത്തെ പുസ്തകമാണിത്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ അതെന്റെ ഒരു ഐഡന്റിറ്റി അല്ലല്ലോ. പക്ഷെ അതിനേക്കാൾ പ്രധാനം എന്റെ ഒരു മനസ്സിനെ സമർപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു. അതിലൂടെ ഭാസ്കരൻ മാസ്റ്ററിലൂടെ നമ്മളെ വിട്ടുപോയ നിരവധി സംഗീത സംവിധായകരെയും അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കലാകാരന്മാരെയും എല്ലാം ഓർമ്മിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഓത്തുപള്ളിയിൽ അന്ന് എന്ന ഗാനം പാടുന്നതിന് മുൻപേ തന്നെ സംഗീത ലോകത്തെ മഹാരഥന്മാരുമായിട്ടൊക്കെ അടുത്തിടപഴകാനും ഒരുപക്ഷെ അതിനുശേഷം വിശാലമായി ഇടപെടാനും ഒക്കെ കഴിഞ്ഞതിൻ്റെ കൃത്യമായിട്ടുള്ള സ്മരണയുടെ ഒരു വെളിപാട് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകത്തിൽ ഞാനൊരു എഴുത്തുകാരനല്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ എഴുത്തുകാരൻ തന്നെയാണ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ വാക്യഘടന, അനുഭവങ്ങൾ മനസ്സിലേക്ക് തിക്കിത്തിരക്കി വരുമ്പോൾ അതിനെ അടുക്കി പെറുക്കി വെക്കുന്ന രീതികൾ, ഇതെല്ലാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് പി ഭാസ്കരൻ മാഷിൻ്റെ 100 ഗാനങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് അതിനെ സിനിമയിൽ ഗായകരും ഗായികമാരും ആലപിച്ച രീതിയിൽ നിന്ന് അല്പസ്വല്പം സവിശേഷമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രം പാടിയ ഒരു ഭാവതലത്തിനെ VT മുരളി മാഷ് തൻ്റേത് ആയ മറ്റൊരു രീതിയിൽ സിനിമയെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ പൊതു ഗാന ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഗാനം മാത്രം, സംഗീതം മാത്രം, അത് ശുദ്ധമായ സംഗീതം. ശുദ്ധം എന്ന വാക്ക് ഞാൻ ഉദ്ധരണിക്കകത്താണ്. ശുദ്ധം എന്ന വാക്കൊക്കെ ഇക്കാലത്ത് പലരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുകൊണ്ട് ഉദ്ധരണിക്കകത്ത്, എങ്കിലും വേറൊരു വാക്ക് അതിന് വരാത്തതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ആ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം മുരളി മാഷ് ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് വെച്ചിട്ടുള്ളത്? ഒന്ന് മാനദണ്ഡം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തരായ സംഗീത സംവിധായകർ, അദ്ദേഹവുമായി പ്രവർത്തിച്ചിട്ടുള്ള സംഗീത സംവിധായകരുടെ അതാണ് ഒരു മാനദണ്ഡമായി സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഈ പാട്ടുകളുടെ സന്ദർഭം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പം പാട്ട് സിനിമാ പാട്ടാണെങ്കിലും അത് മറ്റൊരു രീതിയിലാണ് ഞാൻ അതിന്റെ മറ്റ് സന്നാഹങ്ങളൊന്നും ഇല്ലാതെ, ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ പശ്ചാത്തല ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒന്നും ഇല്ലാതെയാണ് മറ്റേ കരോക്കെ ഉപയോഗിച്ചോ അങ്ങനെയൊന്നും അല്ല പാടിയിട്ടുള്ളത്. ഞാൻ ഒരു ശ്രുതി ഉപയോഗിച്ചിട്ടാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ടാവും. അപ്പൊ ഞാനത് വീണ്ടും സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ ഇതിൽ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയപ്പോൾ എന്നോട് നമ്മള് സംഗീത രംഗത്ത് വളരെ പ്രശസ്തനായ ഒരാളാണ് നമ്മള് കൃഷ്ണചന്ദ്രൻ എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഇതിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോകും, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ പാട്ട് കേൾക്കുന്ന പോലെ തന്നെ ആയിപ്പോഴും, ഇത് ഇങ്ങനെയാണ് വേണ്ടത്, അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു രീതിയിലേക്ക് മുരളി പോകരുത് എന്ന് എന്നോട് ഉപദേശിച്ചത് കൃഷ്ണചന്ദ്രനാണ്. അപ്പൊ അങ്ങനെ ഒരു മാനദണ്ഡം ഞാൻ സ്വീകരിച്ചു. കൂടാതെ ഇതിനെക്കുറിച്ച് എഴുതാനുള്ള സന്ദർഭങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പൊ ഇതില് തെക്ക് 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 നമ്മൾ പെണ്ണിനെ കണ്ടെന്നിട്ടൊരു പാട്ടുണ്ട് നാടോടികൾ എന്ന സിനിമയില്. ദക്ഷിണാമൂർത്തിയാണ് അതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഒരു യുവാവ് തെക്കും വടക്കും നടുക്കും ഒക്കെ ചേർന്നിട്ട് പല സ്ഥലങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് പെണ്ണ് കാണാൻ പോകുന്ന ഒരു ചിത്രമാണ്. അപ്പൊ അതിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തെക്കൻ ഭാഷ വരുന്നു, പല്ലവിയിൽ തെക്കൻ ഭാഷ വരുന്നു, അനുപല്ലവിയിൽ അത് വടക്കൻ ഭാഷയായി മാറുന്നു, നടുക്ക് എന്നാണ് പറയുന്നത്, നടുക്ക് വരുമ്പോൾ അത് നടുക്കുള്ള ഭാഷ എറണാകുളം തൃശ്ശൂർ ഭാഷയായി മാറുന്നു. അപ്പൊ ഒരേ മലയാള ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ 3 മലയാളം
അവതരിപ്പിക്കുന്നു ഭാസ്കര മാഷ് ഒറ്റപ്പാട്ടിലൂടെ. അപ്പൊ ഇതൊക്കെ എന്നെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ അദ്ദേഹം ഉപയോഗിക്കുന്ന ബിംബങ്ങൾ, അദ്ദേഹം കഥയുമായി ചേർന്നിട്ട് എങ്ങനെയാണ് ഒരു വെറുതെ പാട്ട് എഴുതുകയല്ല. പാട്ട് എന്ന് പറയുന്നത് നമ്മള് അദ്ദേഹത്തിന്റെ കാവ്യ എന്താ സർഗാത്മകതയെ പ്രകടിപ്പിക്കാനുള്ള ഒരു സംഗതി മാത്രമായിട്ടല്ല അദ്ദേഹം കാണുന്നത്. എങ്ങനെ കഥാപാത്രങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, കഥാമുഹൂർത്തങ്ങളുമായി, സന്ദർഭങ്ങളുമായി, ജീവിത സംഘർഷങ്ങളുമായി ഒക്കെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള പാട്ടിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്ന, പാട്ട് കേൾക്കുന്നതിലൂടെ, പാട്ട് വായിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് കഥയിലെത്താവുന്ന രീതിയിലുള്ള ചില പാട്ടുകളും എന്നെ പണ്ട് മുതലേ ആകർഷിച്ചിരുന്ന. അതിപ്പോ ഇതിനു വേണ്ടി മാത്രമല്ല. പാട്ടിന്റെ വരികളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. പല പാട്ടിന്റെയും വരികൾ എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്വീകരിച്ചത്. അതിന് സന്ദർഭം, ആ സന്ദർഭത്തിൽ എത്രത്തോളം അത് ഇണങ്ങിച്ചേരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് വെങ്കലം എന്ന സിനിമയിലൊരു പാട്ട് ഞാൻ ഇതിൽ പാടിയിട്ടുണ്ട്. ശീവേലി മുടങ്ങി ശ്രീദേവി മടങ്ങി, പൂവിളി ഒടുങ്ങി ഓർവിളി തുടങ്ങി, അസ്തമന സൂര്യന്റെ പൊൻതിടമ്പ് മാനം മസ്തകം കുലുക്കി തള്ളി താഴെയിട്ടു എന്ന് ഭാസ്കര മാഷ് എഴുതുമ്പോൾ അതിലെ ബിംബങ്ങളെല്ലാം, അതിന്റെ ഉപയോഗിച്ചിരുന്ന പദങ്ങളെല്ലാം ആ വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിന്റെ, ഒരു സമുദായത്തിന്റെ ഇതുമായിട്ടും ഉത്സവമായിട്ടും ആ വിഗ്രഹത്തിന്റെ തിടമ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മാനം മസ്തകം കുലുക്കി തള്ളി താഴെയിട്ടു എന്ന് പറയുമ്പോൾ അത് ആനയാവുന്നു, അത് ഈ തിടമ്പേറ്റിയ വിഗ്രഹമാവുന്നു, നമ്മള് സൂര്യൻ ഏത് തിടമ്പാവുന്നു. ഇങ്ങനെ ആ കഥയുമായി ചേർന്ന് അതിന്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലവുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഇത് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചനാ വിഷയം. ഇപ്പോൾ ആ ഗാനത്തെക്കുറിച്ച് സവിശേഷമായി സംസാരിച്ചതുകൊണ്ട് ഈ നേരത്ത് ആ ഗാനം ആലപിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോൾ നമ്മൾ തത്സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഉണ്ട് എങ്കിൽ ഒന്ന് ആലപിക്കാമോ? അല്ലെങ്കിൽ നമ്മൾക്ക് സംഭാഷണം തുടരുകയും ചെയ്യാം. ഞാൻ ആ പാട്ട് പാടാം. അത് സിനിമയിൽ പിന്നീട് അത് എടുത്തു കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ കാണുന്ന സമയത്ത് സിനിമയിൽ ഉണ്ടായിരുന്നു. ആ മുരളിയും ഉർവശിയും തമ്മിൽ പിണങ്ങിപ്പോകുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു ആ പാട്ട് വന്നിരുന്നത്. ശിവേലി മുടങ്ങി ശ്രീദേവി മടങ്ങി, പൂവിളിയോടുങ്ങി ഓർവിളി തുടങ്ങി, അസ്തമന സൂര്യന്റെ പൊൻതിടമ്പ് മാനം മസ്തകം കുലുക്കി തള്ളിത്താഴയിട്ടു. എങ്ങനെയാണ് പാട്ട്? അതിൽ മാനം എന്ന വാക്ക് അതിനൊരു ദീർഘം കൊടുക്കുമ്പോൾ, ശബ്ദം കൊണ്ട് അതിനൊരു ദൈർഘ്യം കൊടുക്കുമ്പോൾ എൻ്റെ ഒരു സ്വാഭാവിക സംശയം, ഈ പുസ്തകത്തിലുടനീളം താങ്കൾ പി ഭാസ്കരൻ മാഷ് ഗാനരചനാവേളയിൽ ഏത് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രവർത്തിച്ചിരുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ആ മാനം എന്നുള്ളതിന് ഗായകൻ നൽകാൻ സാധ്യതയുള്ള ഒരു അധിക മാനം മനസ്സിൽ കണ്ടിട്ടുണ്ടാകുമോ അങ്ങനെ എഴുതുമ്പോൾ? അല്ല, പക്ഷെ അതെനിക്ക് തോന്നുന്നത് അവിടെ പ്രവർത്തിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള രവീന്ദ്രനാണ്. കാരണം ആ മാനം എന്നുള്ളതിന് കുറച്ചുകൂടി ഉയർത്തി കാണിക്കുകയും മാനത്തിന്റെ വിസ്തൃതിയെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് അതിന് സംഗീതത്തെ കൂടി അതിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ് അത് കൂടുതൽ നമ്മളെ ഹൃദയത്തിലേക്ക് ചെല്ലുന്നത്. ഭാസ്കര മാഷ് മാനം എന്നെ എഴുതി കാണാൻ സാധ്യതയുള്ളൂ. പക്ഷെ അവിടെ ആ ഒരു ദീർഘാക്ഷരം മാ എന്നുള്ളൊരു ദീർഘാക്ഷരം വരുമ്പോൾ അവിടെയാണ് ഇതിനെ ഒന്ന് വിശാലമാക്കാനുള്ള സ്വാതന്ത്ര്യം സംഗീത സംവിധായകനുള്ളത്. അപ്പൊ അത് യേശുദാസ് പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ അവിടെ ഓരോ പദങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിന്റെ സംഗീത സാധ്യതകൾ കൂടി, എങ്ങനെ പദങ്ങൾ അടുക്കി വെക്കണം, അത് പദഘടന എങ്ങനെയാണ്, ഓരോ പദങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭാസ്കര മാഷ് സംഗീതപരമായി തന്നെ ബോധവാനാണ്, താളപരമായിട്ട് ബോധവാനാണ്. അതുകൊണ്ട് പച്ചമലയാളം എന്ന ഒരു നമ്മുടെ ഭാഷയെ അയജ്ഞ ലളിതമായി നമ്മുടെ വാമൊഴി വഴക്കങ്ങൾ, നാടൻ വാമൊഴി വഴക്കങ്ങൾ, നാട്ടുചൊല്ലുകൾ, പഴഞ്ചൊല്ലുകൾ, പ്രയോഗഭേദങ്ങൾ ഇതെല്ലാം നിറഞ്ഞതാണ് ആയിരുന്നല്ലോ ഒരു കാലത്തെ കേരളം എന്ന് പറയുന്നത്.
ഈ സാമൂഹ്യ മാധ്യമം വന്നിട്ട് മലയാളിക്കെല്ലാം ഒരൊറ്റ ഭാഷയായിട്ട് മാറുന്ന ഈ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രാദേശിക പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പോലുമൊക്കെ ഭാഷാ ഭേദങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, വൈവിധ്യങ്ങളുടെ ഭാഷാ പ്രയോഗങ്ങളുടെ ഒരു കാലഘട്ടം. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3-4 ജില്ലകളിലുള്ള ഭാഷാഭേദങ്ങളെല്ലാം ഒരുമിച്ചൊരു പാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരേ സമയത്ത് തന്നെ വൈവിധ്യത്തെ ഏകത്വമാക്കുക, ഏകത്വത്തെ വിപുലീകരിക്കുക, ഇങ്ങനെയുള്ള പല തലങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് ഉണ്ട് അദ്ദേഹം. പി ഭാസ്കരൻ മാഷിൻ്റെ ആ മലയാള ഭാഷാ പ്രയോഗത്തെ എങ്ങനെയാണ് ഈ പുസ്തകത്തിലുടനീളം താങ്കൾ അതിനെ വിപുലീകരിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചുരുക്കി എങ്ങനെയാണ് താങ്കൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, അത് പ്രധാനമായിട്ടും കഥാപാത്രം എന്ത് സംസ്കാരം, ഇപ്പൊ കായലരികത്ത് വലയെറിഞ്ഞപ്പോ എന്നുള്ള പാട്ട് ആരാണ് പാടുന്നത് എന്നുള്ള ഒരു പ്രശ്നമാണല്ലോ. ഏത് കഥാപാത്രമാണ് പാടുന്നത് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് ആരെങ്കിലും പാടിയാൽ പോരാ. ആരാണ് പാടുന്നത് എന്നുള്ളതുകൊണ്ട് ഞാനൊരു ഗായകന്റെ കാര്യമല്ല പറയുന്നത്, മറിച്ച് ഏത് കഥാപാത്രമാണ് പാടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ടിൻ്റെതായ കുസൃതികളും അല്ലെങ്കിൽ അതിന്റെ കൗശലങ്ങളും അതുപോലെ അതിനകത്ത് സാധാരണ ശൃംഗാരപരമായി വരാവുന്ന കാര്യങ്ങളും അതിന്റെ വ്യാകരണപരമായി വരേണ്ടതായ കാര്യങ്ങളും, ഉദാഹരണത്തിന് പ്രാസഭംഗി പോലുള്ള കാര്യങ്ങൾ, വമ്പിഴുന്നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ, എളുപ്പം ബ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് ആവർത്തനത്തില് പ്രാസഭംഗിയായിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ കുടവുമായി പുഴ ട എന്നുള്ള അക്ഷരം, കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുത് എന്ന് ഭാസ്കരൻ മാഷ് എഴുതുമ്പോ മാപ്പിളപ്പാട്ടില് അതിന്റെ ഏറ്റവും പൂർവ്വസൂരികൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യത്തെക്കാൾ മികച്ചൊരു തലത്തിലേക്ക് മാപ്പിളപ്പാട്ടിനെ അദ്ദേഹം ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ നെഞ്ചിനായി എന്നൊക്കെ പറയുമ്പോ കൃത്യമായിട്ട്, പിന്നെ അതിനകത്ത് കുസൃതിയും പറയുന്നു. വെറുതെ ഞാനിതിന് എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണം, നിന്റെ പിന്നാലെ ഞാനിങ്ങനെ നടക്കുന്നത് വെറുതെ വേറെയാണ് വിചാരമെങ്കിൽ. അപ്പൊ ഈ മാപ്പിളപ്പാട്ടിന്റെ അതിന്റെ ശൃംഗാരപരവും അതിന്റെ കൗശലപരവും അല്ലെ അതിന്റെ ക്രാഫ്റ്റും എല്ലാം ഒത്തുചേരുന്ന ഒരു അവസ്ഥ അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ അഞ്ജന കണ്ണതി എന്നുള്ളൊരു പാട്ട് വരുമ്പോൾ അത് വടക്കം പാട്ടിലല്ലാത്ത ഒരു വാക്കുപോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അഞ്ജന കണ്ണെഴുതി ആലിലെ താലി ചാർത്തി അറപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു, ഒടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തുന്നു കേട്ട് കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം. ഇങ്ങനെ ഓരോ വാക്കുകളും നമ്മൾ എടുത്തു നോക്കുക. പിന്നെ തൂശനില മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി, ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു, ഉള്ളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല എന്ന് ഒരു കാത്തിരിപ്പിന്റെ ചിത്രം നമുക്ക് മറ്റൊരു കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ വികാരം ഒന്ന് തന്നെ കാമുകനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം വികാരം ഒന്ന് തന്നെ. പക്ഷെ അതേസമയത്ത് അതിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തെ അദ്ദേഹം പദങ്ങളിലൂടെ മാറ്റിയെടുക്കുന്നത് അത്ഭുതാവഹമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭാസ്കരൻ മാസ്റ്റർ രചന എന്ന് പറയുന്നത് കുറെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ സമൂഹത്തിന് എന്താണ് ഓരോ സമൂഹത്തിന്റെയും അവരുപയോഗിക്കുന്ന പദങ്ങൾ എങ്ങനെയാണ്, അവരുടെ വൈകാരികത ഏത് ഇതിൽ പറയുന്നുണ്ട്. കയ്യിലും കുത്തി നടക്കണ് വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാനതിന് എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. അത് വടക്കേ മലബാറിലെ ഒരു പ്രയോഗമാണ്. ഒരു ജോലിയില്ലാതെ ആളെ കുറിച്ച് പറയുക, കയ്യിലും കുത്തി എനിക്ക് വേറെ കയ്യിൽ കുത്തിക്കുറെ പോയിട്ടെന്നാ പറയാ. അപ്പൊ ആ കയ്യിലും കുത്തി നടക്കണം എന്നുള്ള പ്രയോഗം അദ്ദേഹം കോഴിക്കോട് ധാരാളം കാലം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ആകാശവാണിയിലും അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗവുമായിട്ടൊക്കെ അദ്ദേഹം കോഴിക്കോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്തിലെ ഓരോ പ്രാദേശികമായി നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നിരവധി ഭാഷയുണ്ട്. വടകര ഭാഷയല്ല കോഴിക്കോട്ടത്തെ ഭാഷ, കോഴിക്കോട്ടത്തെ ഭാഷയല്ല കൊയിലാണ്ടി ഭാഷ. ഇങ്ങനെ ഈ പ്രാദേശിക ഭാഷകളെ എല്ലാം അദ്ദേഹം നിരീക്ഷിക്കുകയും അത് തന്റെ പാട്ടുകളിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെയും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ പുസ്തകത്തിലെ 50 ഗാനങ്ങളുടെ ബാർകോഡുകളിൽ നിന്ന് 2 ഗാനങ്ങൾ പെട്ടെന്ന് 2 ഗാനങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുകയാണ്. രണ്ടും എടുത്തു വന്നപ്പോൾ രണ്ടിലും മയങ്ങിപ്പോയി അല്ലെങ്കിൽ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അതിലൊരു ഗാനം നമ്മൾക്ക് കേൾക്കാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു.
ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് മലയാള ഭാഷയും മലയാള സംസ്കാരവും കേരളീയതയും എല്ലാം ഇല്ലാതായാലും ഇങ്ങനെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പി ഭാസ്കരൻ്റെ ഗാനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് എം ടി വാസുദേവൻ നായരാണ്. എം ടി വാസുദേവൻ നായർ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് വി ടി മുരളി എഴുതിയിട്ടുള്ള കണ്ണീരും സ്വപ്നങ്ങളും എന്ന നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിനകത്തും എം ടി ആ പറഞ്ഞ കാര്യം എടുത്തു വെക്കുന്നുണ്ട്. അത് എടുത്ത് പറഞ്ഞതിന് ശേഷം വി ടി മുരളി പി ഭാസ്കരൻ്റെ 50 ഗാനങ്ങൾ എടുത്ത് ആ ഗാന സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിശാലമായ അറിവ് തൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലും ഒപ്പം താൻ അടുത്ത് ഇടപഴകിയ സംഗീതജ്ഞരുടെ സൗഹൃദത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഒരർത്ഥത്തിൽ ഭാസ്കര ഗാനങ്ങളുടെ പിറവി, അത് ഉരുവം കൊണ്ട തന്നെ സമയം, ആ സമയത്തെ സവിശേഷതകൾ, ആ ഒരു കാലഘട്ടം, അതിൻ്റെ ചരിത്രം, ആ പാട്ട് എങ്ങനെ പൊതുസമൂഹം ഏറ്റെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളിലൂടെ വിശാലമായിട്ട് പോകുന്നു. അങ്ങനെ വിശാലമായിട്ട് പറഞ്ഞു പോകുമ്പോഴും സംഗീതജ്ഞത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയത നിറഞ്ഞ, സാങ്കേതിക പദങ്ങൾ നിറഞ്ഞ കടുകട്ടിയായിട്ടുള്ളൊരു പുസ്തകമായിട്ടല്ല ഇത് വായനക്കാരുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ പുസ്തകം പ്രിയപ്പെടാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ സംഗീത വിദ്യാർത്ഥികൾക്ക്, ചലച്ചിത്ര പ്രേമികൾക്ക്, ഗായകർക്ക്, ഗാനപ്രിയർക്ക്, ജീവിതത്തിൽ ഒരിക്കൽ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടുന്ന എല്ലാ മലയാളികൾക്കും ഈ പുസ്തകം പ്രിയപ്പെടും. അങ്ങനെ ഉള്ള ഒരു വിശാലമായ വായനാ സമൂഹത്തെയാണോ താങ്കൾ ഈ പുസ്തകത്തിൻ്റെ രചനാവേളയിൽ മനസ്സിൽ കണ്ടത്? ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. എനിക്ക് എൻ്റെ ഒരു ട്രിബ്യൂട്ട് നടത്തണം എനിക്ക് തോന്നി. അത് ചെയ്തൊന്നുമില്ല. പക്ഷെ എഴുതി വന്നപ്പോ പിന്നെ അങ്ങനെ ആയി. അത് പക്ഷേ സംഗീതത്തിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണകൾ ധാരാളം നമ്മുടെ സംഗീതജ്ഞരുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതൊന്നും പറയാൻ മാത്രമുള്ള വലിപ്പം എനിക്കില്ലേലും അനുഭവം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണല്ലോ. അനുഭവം നമ്മൾ മറ്റു പഠനങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണല്ലോ. ദീർഘകാലത്തെ ഒരു 19 വർഷത്തിന് മേലെയുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളും എൻ്റെ സംഗീതാനുഭവങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ പാട്ടുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ പോലും നമ്മൾ പലപ്പോഴും അതിന്റെ സാംസ്കാരിക പശ്ചാത്തലവും അതിന്റെ ഭൂമികയും അന്വേഷിക്കുന്നതിന് പകരം അതിന്റെ വൈവിധ്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ഏത് സമൂഹത്തിൽ നിന്ന് ഈ പാട്ടുണ്ടായി, ഏത് സമൂഹത്തിന് വേണ്ടി ഈ പാട്ടുണ്ടായി, അല്ലെ ഏത് സമൂഹത്തിന്റെ കഥയാണ് പറയുന്നത് എന്ന് പറയുന്ന അതിന് പകരം പലപ്പോഴും നമ്മളിത് രാഗങ്ങളിലേക്ക് പോകുന്ന, നേരത്തെ ഞങ്ങൾ ശുദ്ധസംഗീതം എന്ന് പറഞ്ഞിട്ട് അതിനെ ചെറിയ ഒരു എന്താ പറയാ ഒരു വ്യാഖ്യാനം കൊടുത്ത് അവിടെ നിർത്തിയല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ശുദ്ധസംഗീതം എന്നുള്ള ഒരു വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിലുള്ള തെറ്റുകളാണ്. അപ്പൊ അത് ഈ ചർച്ചയുടെ ഭാഗമാകേണ്ടതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് താങ്കൾ അവിടുന്ന് പെട്ടെന്ന് അങ്ങനെ സൂചിപ്പിക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ കാര്യം വെച്ചാൽ നമ്മൾ എല്ലാത്തിന്റെയും രാഗം അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചരിത്രത്തിന്റെയും മറ്റ് ജനസമൂഹങ്ങളുടെ സംസ്കാരത്തിന്റെയും പഠനങ്ങളിലേക്ക് നമ്മുടെ ആലോചനകൾ നീണ്ടുപോകാതെ അതിനെ ഒരു സ്ഥലത്ത് തളച്ചിട്ടിടുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മുടെ അത് ദക്ഷിണാമൂർത്തിയെ കുറിച്ചുള്ള പഠന ഭാഗത്ത് താങ്കൾ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ദക്ഷിണാമൂർത്തി സംഗീത ലോകത്തിന് നൽകിയ വലിയ സംഭാവനകൾ, അതും ചലച്ചിത്ര ഗാന സംഗീതത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ നാം അതേക്കുറിച്ച് വിശദമായിട്ട് നാം അന്വേഷിക്കുന്നില്ല. അതിന് പകരം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ രാഗങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ മാത്രമാണ് നമ്മൾക്ക് താല്പര്യം. അത് കഴിഞ്ഞത് അവസാനിപ്പിക്കുന്നു എന്ന് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ. അതാണ് എനിക്ക് ഈ പഠനങ്ങൾക്കുള്ള ഒരു എന്താ പറയാ ഒരു പരിമിതി അതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ ദക്ഷിണാമൂർത്തി സ്വാമി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ തെക്ക് 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 എന്നുള്ള പാട്ട് അത് അദ്ദേഹം ചെയ്താണെന്നുള്ള പലരും വിസ്മരിക്കുന്നു. തെക്ക് 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 ചെന്നൊരു പെണ്ണിനെ കണ്ട്, ഞമ്മള് പെണ്ണിനെ കണ്ട്, നിക്ക് നിക്ക് കണ്ണേ പൊന്നേ എന്ന് പറഞ്ഞ്, പൊക്കത്തില്ല മിണ്ടത്തില്ല കാണത്തില്ല എന്ന് പറഞ്ഞ്, നാക്ക് കൊണ്ടൊരു പെടപെടച്ച് നടന്ന് പെണ്ണ്. ഇത് ദക്ഷിണാമൂർത്തി ഉണ്ടാക്കിയാണ്.
ആ കഥാപാത്രത്തിന് ഇപ്പോ ഹംസധ്വനി രാഗത്തിൽ പാട്ടുണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഒരാളിൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന സംഗീതജ്ഞൻ കർണാട്ടിക് ക്ലാസിക്കൽ ഉണ്ടാക്കുന്നു, രാഘവ് മാഷ് പിന്നെ അത് ഫോക്ക് സോങ് ഉണ്ടാക്കുന്നു, ബാബുരാജ് ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടാക്കുന്നു എന്ന് കേവലമായി കണ്ടുപോകുന്നല്ലാതെ ഇവരെല്ലാവരും എല്ലാം ചെയ്യുന്നു, എല്ലാവരും ചൊല്ലണം എന്നുള്ളൊരു പാട്ടിന് നമുക്ക് രാഘവ് മാഷക്ക് ഫോക്കിലല്ലാതെ മറ്റു നീലക്കുയിലിലെ ആ കഥാപാത്രം പാടുന്ന പാട്ടിനെ ഫോക്കിലല്ലാതെ ക്ലാസിക്കലാക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾക്ക് ഇടം കൊടുക്കാത്ത രീതിയിൽ എല്ലാറ്റിനെയും അതിന്റെ രാഗം അന്വേഷിക്കുക. അപ്പൊ രവീന്ദ്ര സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ രാഘവ് മാഷ് പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ എന്ന് ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഡൽഹി ആകാശവാണിയിലുള്ള രവീന്ദ്ര സംഗീതവുമായിട്ടുള്ള ബന്ധമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹം ഗീതാഞ്ജലിയുടെ ഒരു തർജ്ജിമ ടാഗോർ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ആകാശവാണി ചെയ്തപ്പോൾ ഒരുപാട് പാട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട തർജ്ജിമകളും ഒക്കെ ചെയ്തപ്പോ അതിന് ഇങ്ങനെയൊരു ഈണം കൊടുക്കാനുള്ള കാരണം അതിന്റെ ഈ രവീന്ദ്ര സംഗീതത്തിന്റെ പശ്ചാത്തലം അതിന് ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതിനെ നമ്മൾ കല്യാണി രാഗമായി തെറ്റിദ്ധരിക്കുമ്പോൾ അതിന്റെ എവിടെയോ എത്രയോ ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ശ്രീ വി ടി മുരളിയുടെ ആലാപനം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് ഈണം നൽകി യേശുദാസ് ആവട്ടെ, എസ് ജാനകി ആവട്ടെ, പി ജയചന്ദ്രനാവട്ടെ അവരെല്ലാം പാടിയിട്ടുള്ള ഗാനങ്ങളെ വി ടി മുരളി ആലപിക്കുമ്പോൾ അതിൽ അതിസൂക്ഷ്മമായ ചില വ്യതിയാനങ്ങൾ സ്വാഭാവികമായിട്ട് വി ടി മുരളിയുടെ നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുന്നു. ആ വ്യതിയാനത്തെ ഞാൻ അതിസൂക്ഷ്മം എന്നാണ് ഞാൻ പറയുന്നത്. ആ വ്യതിയാനത്തെ എന്തായിട്ടാണ് അങ്ങ് കാണുന്നത്? അതായത് സിനിമയിലെ ഒരു സവിശേഷ സന്ദർഭം, ആ സന്ദർഭത്തോട് ചേർത്ത് വെച്ചിട്ട് മാത്രമാണോ ഒരു ഗാനത്തെ ആലപിക്കേണ്ടത്? അതിൽ നിന്ന് വിടുതി നൽകിക്കൊണ്ട് ആ ഗാനത്തിന് നമ്മുടെ നിത്യജീവിതത്തിൽ സ്വതന്ത്രമായിട്ട് നിലനിൽപ്പുണ്ടോ എന്നുള്ള അന്വേഷണമാണോ താങ്കൾ നടത്തുന്നത്? അല്ല, ഇത് വർഷങ്ങളായി എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള പാട്ടുകളാണ് ഇതിൽ ഭൂരിപക്ഷം. ഇതിനു വേണ്ടി ഞാൻ പഠിച്ചതല്ല. അപ്പൊ എങ്ങനെയാണ് എന്റെ മനസ്സിൽ അത് കടന്നു കയറിയത് അല്ലെങ്കിൽ അത് കുടിയിരുന്നത് എന്നുള്ളതിന്റെ ഒരു എന്താണ് ഒരു ഔട്ട്ലെറ്റ് ആയിട്ടാണ് അത് ഔട്ട്പുട്ടായിട്ടാണ് അത് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിൽ അത് എങ്ങനെ കയറി എന്നുള്ളൊരു വിഷയമുണ്ട്. എന്തുകൊണ്ട് എങ്ങനെ കയറി? അന്നത്തെ കഥാപാത്രങ്ങൾ, അന്നത്തെ സ്ത്രീ ദുഃഖങ്ങള്, ജാനകിയുടെ പാട്ടുകൾ ഞാൻ ധാരാളം ഇപ്പോഴും പാടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ, പയ്യന്നൂരിലൊരു വേദിയിൽ ഏറ്റവും കൂടുതൽ ഒരു പെൺകുട്ടി എന്റെ കൂടെ ഉണ്ടായിട്ട് പോലും ഞാനാണ് അധികവും പാട്ടുകളും ജാനകിയുടെ പാടിയത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അന്നത്തെ സ്ത്രീ കഥാപാത്രങ്ങളുടെ അകത്തളങ്ങളിൽ പിന്നെ തളയ്ക്കപ്പെട്ടിട്ടുള്ള ജീവിതങ്ങൾ, മരുമക്കത്തായത്തിന്റെ പിന്നെ പ്രതീകങ്ങളായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ഇതൊക്കെ അവരുടെ ദുഃഖം, ഇതൊക്കെയാണ് അതിനകത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അതൊക്കെ അന്ന് ചെറിയ കുട്ടിക്കാലം മുതലേ എന്റെ മനസ്സിലേക്ക് സിനിമയോടൊപ്പം അല്ല കയറിയത്, പാട്ടുമായിട്ട് തന്നെയാണ് കയറിയത്. സിനിമയോടൊപ്പം ഞാൻ അത് വെച്ച് പഠിക്കാൻ തുടങ്ങിയത് പിന്നെയാണ്. അത് ഞാൻ പാടുമ്പോ ഞാൻ എന്റെ മനസ്സിന്റെ എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡിയോയിൽ കയറി ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാട്ട് അല്ലല്ലോ എന്റെ മനസ്സിലുള്ളത്. എന്റെ മനസ്സില് ദീർഘകാലങ്ങളായി അവിടെ നിന്ന് എന്നോട് തന്നെ സംബന്ധിച്ചുകൊണ്ടിരുന്ന, എന്റെ ദുഃഖങ്ങളിൽ കൂട്ടായിരുന്ന, എന്റെ സന്തോഷങ്ങളിൽ കൂട്ടായിരുന്ന, എന്റെ ആലോചനകളിൽ, എന്റെ സർഗാത്മകതയിൽ അല്ലെങ്കിൽ എന്റെ സൗന്ദര്യാത്മകതയിൽ ഒക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പാട്ടുകളാവുമ്പോൾ അതിനൊരു സംസ്കരണം വീണ്ടും അവിടെ നടക്കുന്നുണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് പൂർണ്ണമായിട്ട് അങ്ങനെ പറയുന്നില്ല. പക്ഷെ അതേസമയത്ത് ഞാനത് കണ്ഠം കൊണ്ടല്ല പാടുന്നത്, തൊണ്ട കൊണ്ടല്ല ഞാനത് പാടുന്നത്. അപ്പൊ എന്റെ മനസ്സ്, എന്റെ ശരീരം അറിഞ്ഞുകൊണ്ടാണ് ഞാനത് പാടുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് എന്റെ ഒരു നിറം കൂടി അല്ലെങ്കിൽ എന്റെ ഒരു ഛായ കൂടി, എന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു നിറം കൂടി അതിനുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ പുസ്തകത്തിൻ്റെ ശീർഷകം കണ്ണീരും സ്വപ്നങ്ങളും എന്നുള്ള ശീർഷകം എന്നെ പെട്ടെന്ന് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നു. കണ്ണീരും കിനാവും എന്നുള്ള ശീർഷകത്തിലേക്ക് എൻ്റെ മനസ്സ് പോവുകയുണ്ടായി. ഈ പുസ്തകത്തിന് കണ്ണീരും സ്വപ്നങ്ങളും എന്തുകൊണ്ടാണ്? കണ്ണീരെന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ദുഃഖത്തിൻ്റെ, വളരെ അപൂർവം മാത്രമേ ആനന്ദ കണ്ണീരുണ്ടാവുന്നുള്ളൂ. ബാക്കിയെല്ലാം ദുഃഖത്തിൻ്റെ, വലിയ സങ്കടങ്ങളുടെ, പരിതാപങ്ങളുടെ കണ്ണീരാണുള്ളത്. കണ്ണീരിൻ്റെ നേരെ വിരുദ്ധ സ്ഥാനത്ത് വരേണ്ടത് വലിയ പൊട്ടിച്ചിരിയോ സന്തോഷമോ ആണ്. പക്ഷേ അതിന് പകരം കണ്ണീരും സ്വപ്നങ്ങളും എന്നാണ്. സ്വപ്നം എന്ന് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യം പോലുമല്ല. അപ്പോൾ പി ഭാസ്കരൻ മാഷിൻ്റേതാവട്ടെ നമ്മുടെ ഗാനശാഖയിലുടനീളമുള്ളത്
വരാനിരിക്കുന്ന ഏതോ ഒരു ആനന്ദത്തെക്കുറിച്ചുള്ള ഭാവനയും സ്വപ്നവും, എന്നാൽ നിരന്തരമായിട്ടുള്ള കണ്ണീർക്കായലും ഇത് ചേർന്നതാണ് മൊത്തത്തിൽ നമ്മുടെ ഒരു ഗാനത്തിൻ്റെ ആന്തരിക ഭാവം എന്നതുകൊണ്ടാണോ? ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് മനസ്സിനെ എന്ന സിനിമയിലെ കഥാപാത്രം പാടുന്നിട്ടാണല്ലോ പാട്ട്. സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന വരികളൊക്കെ ജീവിതം എന്നാൽ നിനക്കൊരു മാതളപ്പൂ മലർ വനന്താൻ, ജീവിതം ഈ പാവങ്ങൾക്കോ പാദം പൊള്ളും പാഴ്മരുതാൻ എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ ഒരു കാമുകിയോടുള്ള, പിന്നെ അത് അവളെ സമീപിക്കുമ്പോഴുള്ള രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള ഒരു അന്തരത്തിന്റെ വിഷയം കൂടിയായിട്ടാണ് പാട്ട് അവിടെ വരുന്നത് എനിക്ക് തോന്നുന്നത്. പിന്നെ താരകങ്ങൾ നിന്റെ കണ്ണിൽ പ്രേമപൂജാ മാലികകൾ, താഴെ നിൽക്കും എൻ്റെ കണ്ണിൽ പാരിൻ ബാഷ്പഭാരമല്ലോ എന്നാണ് ഭാസ്കര മാഷ് എഴുതുന്നത്. അപ്പോ അത് അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവത്തിലായിരിക്കാം എഴുതിയിട്ടത്. പക്ഷെ അതിലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ കണ്ണീരും സ്വപ്നങ്ങളും എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങളിലും അത് പലരും പറയാറുണ്ട്. ഇപ്പൊ ഉദ്യാനപാലകൻ എന്നൊക്കെ ഉള്ള പദങ്ങളൊക്കെ ഈ ടാഗോറിന്റെ ഒരു സ്വാധീനം ഭാസ്കര മാഷ് നന്നായിട്ടുണ്ട്. അതുപോലെ ചങ്ങമ്പുഴയുടെയും ടാഗോറിന്റെ ഒക്കെ സ്വാധീനം അദ്ദേഹത്തിന്റെ പദഘടനയിലും പദാവലിയിലും ഒക്കെ ഉണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് അങ്ങനെ വന്നതായിരിക്കാം അത്. പക്ഷെ താങ്കൾ ഇപ്പൊ പറഞ്ഞ രീതിയിലും അതിനെ വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ അതിലൊരു ഒരു രാഷ്ട്രീയമുള്ളതായിട്ട്, ഒരു പൊളിറ്റിക്സ് ഉള്ളതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പിന്നെ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അത് ഈ ഇതിൽ തന്നെ ഞാൻ മൂന്നാമത്തോ നാലാമത്തോ പാട്ടായി വെച്ചിട്ടുള്ളത് എൻ്റെ വീണക്കമ്പി എല്ലാം വിലക്കെടുത്തു എന്നുള്ള പാട്ടാണ്. അതും കഥാസന്ദർഭത്തിന് ചേർന്നാണെങ്കിലും ഭാസ്കര മാസ്റ്ററുടെ ജീവിതവുമായി തന്നെ അതിനെ നമുക്കും ഘടിപ്പിച്ച്, ഇതൊക്കെയാണെങ്കിലും എൻ്റെ ബാഷ്പധാരയാകെ വടിച്ചെടുത്തു സ്വന്തം സുന്ദരിമാർ കണിയുവാൻ കുനുക്കു തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് താങ്കൾ ഈ പറഞ്ഞ സ്വപ്നങ്ങളാണ്. എൻകിനാവിൽ മൺകുടിലിരിക്കുന്നു ഞാൻ ആ പൊൻപുലരി വരുന്നതും നോക്കി നോക്കി, എന്റെ ഗാനശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസ്സേ വന്നു ചേർന്നാലും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രണ്ടും അതിനകത്ത് വരുന്നുണ്ട്. സ്വപ്നങ്ങളും വരുന്നുണ്ട്. എന്നെ വിലക്കെടുത്തു, എന്റെ സർഗാത്മകതയെ വിലക്കെടുത്തു. അത് കഥാപാത്രം അങ്ങനെയാണ്. പക്ഷെ എന്നാൽ പോലും അതിൽ ഭാസ്കര മാഷും അദ്ദേഹത്തിന്റെ ഒരു അംശവും അതിനോട് കലർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഭാസ്കരൻ മാഷിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൻ്റെ കടവത്ത് ഈ ഒരു പുസ്തകം വലിയ ഒരു കണിക്കൊന്നയായിട്ട് അങ്ങനെ നിരന്തരമായിട്ടുള്ള സ്വർണ്ണപുഷ്പങ്ങൾ വിടർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒന്നായിട്ട് മാറും എന്നാണ് എനിക്ക് ഈ പുസ്തകത്തിൻ്റെ വായനാനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. അത് വലിയൊരു പ്രതീക്ഷയുമാണ്. നമ്മുടെ കേരളം, നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ലോകം, അതിൻ്റെ ഓർമ്മയിലൂടെയെങ്കിലും അത് പുനഃസൃഷ്ടിക്കപ്പെടാൻ പി ഭാസ്കരൻ മാഷിൻ്റെ ഗാനലോകത്തിന് സാധ്യമായിട്ടുണ്ട്. പി ജയചന്ദ്രനെ അടക്കമുള്ളവരെക്കുറിച്ചുള്ള വിപുലമായിട്ടുള്ള ഓർമ്മകൾ ഈ പുസ്തകത്തിലുണ്ട്. അതേപോലെ തന്നെ പി ഭാസ്കരനും ബാബുരാജുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട്, അതിൽ നിന്ന് വന്നിട്ടുള്ള ഗാനങ്ങളെക്കുറിച്ച് എം കെ രാഘവൻ മാസ്റ്റർ ആവട്ടെ, MB ആവട്ടെ, ഇവരുമായിട്ടുള്ള അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അനവധി കൂട്ടായ്മകളിലൂടെ ഗാനങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിലുടനീളം വന്നു ചേരുന്നു. മുട്ടി വിളിക്കുന്നു വാതിലിൽ മധുമാസം, ഉദ്യാനപാലക ഉണരൂ ഉണരൂ, എസ് ജാനകിയുടെ ആ ഗാനം വീട്ടി പാടിയതിനെക്കുറിച്ച് ഇതിൻ്റെ അവതാരികയിൽ MK ഹരികുമാർ ഏറ്റവും ആനന്ദകരമായ നിമിഷം എന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഈ പുസ്തകം നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സംഗീതത്തിൽ, നമ്മുടെ കാവ്യാനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഗാനരചയിതാവ് എന്നതിനേക്കാൾ ഉപരി കവി തന്നെയായിട്ട് കവിത്വത്തിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു ഭാസ്കരൻ മാഷിനെയാണ് പാട്ടിൻ്റെ ഈ പുസ്തകത്തിലൂടെ വാസ്തവത്തിൽ VT മുരളി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലോഗോസ് ബുക്സാണ്. 330 രൂപയാണ്. പക്ഷേ 220 താളുകളും 50 പാട്ടുകളുമുള്ള ഈ പുസ്തകത്തിന് 330 രൂപ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു വില തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. കണ്ണീരും സ്വപ്നങ്ങളും എന്ന ഈ പുസ്തകം എഴുതിയ പ്രമുഖ ഗായകനായ ശ്രീ VT മുരളിക്ക് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പിരിയുന്ന വേളയിൽ അദ്ദേഹം ആലപിച്ച ഒരു ഗാനം കൂടി നമ്മൾ കേൾക്കും. അത് കേട്ടുകൊണ്ട് നമ്മൾ പിരിയും. ആ ഗാനം കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വായുവിൽ ലയിച്ച് നിൽക്കുകയും ചെയ്യും. മയങ്ങിപ്പോയി ഒന്നു മയങ്ങിപ്പോയി, അപ്പോൾ മധുമാസചന്ദ്രൻ വന്ന് മടങ്ങിപ്പോയി. മയങ്ങിപ്പോയി ഒന്നു മയങ്ങിപ്പോയി.